ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സ്നേഹവും സഹകരണവും കൊണ്ട് നമ്മുടെ ഫാമിലി മിനീസ് ലൈഫ് സ്റ്റൈൽ ഫാമിലി 8 ലക്ഷം കടന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും, നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും നന്ദി അറിയിക്കുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഇനി മുന്നോട്ടും വേണം. കൂടാതെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഇനിയും കുറേ ആൾക്കാർ ഈ കൃഷിയുടെ ലോകത്തിലേക്ക് വരാനുണ്ട്. അവരെയൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ, ഞാൻ കുറച്ച് സ്ഥലം എടുത്തിട്ട്, എൻ്റെ പറമ്പിൽ കുറച്ച് സ്ഥലം എടുത്തിട്ട് അവിടെ നല്ലതുപോലെ ഒന്ന് വൃത്തിയാക്കി എൻ്റെ വീട്ടിലേക്ക് ആവശ്യമായ കുറച്ച് പച്ചക്കറികൾ നട്ടിരിക്കുന്നതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനോടൊപ്പം തന്നെ കുറച്ച് ചെടികളും ഞാൻ നട്ടിട്ടുണ്ട്. ചെടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ കാശിത്തുമ്പ അല്ലെങ്കിൽ ബോൾസം ചെടിയാണ് നട്ടിരിക്കുന്നത്. അത് നമ്മുടെ പറമ്പിൽ ഇങ്ങനെ ഉണ്ടായതുകൊണ്ട് അതിൻ്റെ വിത്തുകൾ ഇങ്ങനെ പൊട്ടിയിട്ട് ഇവിടെ എല്ലാം അങ്ങ് നിറയെ തൈകൾ കിളിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്ക് കിളച്ചപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ പറിച്ച് കളയായിരുന്നു. എന്നാൽ അതിനെല്ലാം നമ്മൾ ലൈനായിട്ട് പറിച്ച് നട്ടപ്പോൾ അവർ എന്ത് സന്തോഷത്തോടെ അപ്പം നിൽക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പം നല്ലതുപോലെ പൂത്തുലഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അപ്പം അവരെ നഷ്ടപ്പെടുത്തി കളഞ്ഞിരുന്നെങ്കിൽ ഭയങ്കര ഒരു വിഷമമായിരുന്നേനെ. അപ്പം അവരെയൊക്കെ ഒന്ന് കണ്ടാലോ നമുക്ക്. എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ്, രാവിലെ ഒരു അരമണിക്കൂർ, വൈകുന്നേരം ഒരു അരമണിക്കൂർ നമ്മുടെ പറമ്പിലോ അല്ലെങ്കിൽ ടെറസിലോ അല്ലെങ്കിൽ നമ്മുടെ ഗാർഡനിലോ ഒക്കെ നമ്മളൊന്ന് ചിലവാക്കാന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിന് നല്ലൊരു സന്തോഷം. അവരെയൊക്കെ ഒന്ന് കാണുമ്പോഴും, പൂച്ചെടികൾ കാണുമ്പോഴും, പച്ചക്കറികൾ ഇങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുന്നതൊക്കെ കാണുമ്പം തന്നെ ഒരു പ്രത്യേക ഒരു സന്തോഷം തന്നെയാണ്. അപ്പം ഞാനും ഇങ്ങനെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എപ്പോഴാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞാണ് കിടക്കുന്നത് തന്നെ. ഈ ചെടികളുടെയൊക്കെ എടുത്ത് വരുമ്പോൾ ഉള്ളതായ ഒരു ആനന്ദം വേറെ എങ്ങും ചെന്നാൽ കിട്ടത്തില്ല കേട്ടോ. അപ്പം ഇവിടെ ഇങ്ങനെ കുറച്ച് ലൈനായിട്ട് നമ്മുടെ ബോൾസം ചെടി ഇങ്ങനെ നട്ടിരിക്കുക. അത് അവരെ അങ്ങ് നമ്മൾ കിളച്ചപ്പം വെറുതെ കളഞ്ഞിരുന്നു എങ്കിൽ ഇങ്ങനെ പൂക്കളൊന്നും കാണത്തില്ലായിരുന്നു അല്ലേ. അപ്പം നല്ല രസമായിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ ഒറ്റ കളറേ ഉള്ളൂ കേട്ടോ. അപ്പം പഴയ കളറൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് പോയി. ഇനി എന്തായാലും അതൊക്കെ തിരിച്ചു പിടിക്കണം. അപ്പം നല്ല രസമായിട്ട് എല്ലാവരും നല്ലതുപോലെ പൂവൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ ഒരു രസം. പിന്നെ ഈ പൂവൊക്കെ പിടിക്കണമെന്നുണ്ടെങ്കിൽ, ചെടിയാണെന്നുണ്ടെങ്കിലും അവർക്ക് അല്പസ്വല്പം വളമൊക്കെ കൊടുക്കണം. ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് മണ്ണൊക്കെ അടുപ്പിച്ച് ഇട്ടേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് അതിനകത്ത് പൂക്കളൊക്കെ ആയി. ഇടയ്ക്ക് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ലൈനായിട്ട് ഇങ്ങനെ ബോൾസം ചെടി നട്ടേക്കുന്നു എന്നുള്ളത്. അപ്പോൾ ദാണ്ടെ ഈ ഒരു 5-10 സെൻറ്റോളം ഞാനിവിടെ പിന്നെ സ്ഥലം എടുത്തിട്ടാണ് കൃഷി ചെയ്തിരിക്കുന്നത്. അതിൻ്റെ 4 വശവും ഈ ബോൾസം ചെടി നട്ടിരിക്കുകയാണ്. നല്ല രസമുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കമൻറ്റിലൂടെ പറഞ്ഞിരുന്നാൽ മതി കേട്ടോ. അപ്പം അതിൻ്റെ ഓണത്തിന് നട്ടിരുന്ന വാടാമല്ലി ചെടി ഇപ്പോഴും അവിടെ നിൽപ്പുണ്ട്. വാടാമല്ലി പേര് പോലെ തന്നെ ഒരിക്കലും വാടാതെ അങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ കണ്ടില്ലേ, ഇപ്പം ഇങ്ങനെ നമ്മൾ നടന്ന് വരുമ്പോൾ 2 സൈഡിലും ഇങ്ങനെ പൂക്കൾ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി. ഇപ്പോൾ ഈ ഓസൊക്കെ വിട്ടേക്ക് നമ്മുടെ ചെടികൾക്ക് മഴയില്ലാത്തപ്പം വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴും ഇതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ നമ്മൾ വലിച്ചെടുത്തുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ ചെടിയൊക്കെ ചിലപ്പം ചാഞ്ഞൊക്കെ പോകും. അതുകൊണ്ട് അങ്ങനെ സ്ഥിരം അവിടെ അങ്ങ് ഇട്ടിരിക്കുക അവർ കേട്ടോ. ഇനി കൃഷിയിടത്തിലോട്ട് കയറിയിട്ട് ആദ്യം കാണുന്നത് എൻ്റെ വെണ്ടയ്ക്ക ചെടികളാണ് കേട്ടോ. വെണ്ടയ്ക്ക കുറേ ഇവിടെ നട്ടിട്ടുണ്ട്. അപ്പം അതിനകത്തൊക്കെ പൂക്കളും കായ്കളും ഒക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, കുഞ്ഞിതാണ് എങ്കിലും ദണ്ട കായ്കൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തെല്ലാം നല്ല മൊട്ടുകൾ വരുന്നുണ്ട്, കായ്കളുണ്ട്. അപ്പോൾ അതിനൊന്നും നമ്മൾ നുള്ളിക്കളയേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മണ്ണും വളവും കൊടുക്കാമെന്നുണ്ടെങ്കിൽ അവർ നന്നായിട്ടങ്ങ് വളർന്ന് കയറി വന്നോളും. പിന്നെ അതിനപ്പുറത്തോട്ടായിട്ട് നല്ല വഴുതനങ്ങയാണ് നട്ടിരിക്കുന്നത്. പഴയ വഴുതനയെല്ലാം നമ്മൾ പറിച്ച് മാറ്റി, അതിൻ്റെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞു. ഇപ്പം വഴുതനയാണെന്നുണ്ടെങ്കിലും കുഞ്ഞു പ്രായത്തിൽ പൂക്കളൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് അഥവാ ഇങ്ങനെ പൂക്കളോ കായ്കളോ ഒക്കെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ ഒന്ന് പുകയൊക്കെ കൊള്ളിക്കുന്നത് നല്ലതാണ്. പിന്നെ ഇതിന് ഡെയിലി നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആമവണ്ട് വന്നിട്ട്, ഇതാണ് ആമവണ്ടെന്ന് പറയുന്നത്. ഈ ആമവണ്ട് വന്ന് നമ്മുടെ ചെടികളെയൊക്കെ നശിപ്പിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതിനെയൊക്കെ നമ്മൾ കൈയോടെ നശിപ്പിക്കുക എന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. ചുരുണ്ട ഇലകളൊക്കെ ഉണ്ടെങ്കിൽ കൈയോടെ നമ്മൾ നുള്ളി മാറ്റിയേക്കുക. ഡെയിലി വന്ന് നമ്മുടെ പച്ചക്കറികൾക്ക് ശ്രദ്ധിക്കാമെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് കീടങ്ങളെ ഒഴിവാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അടുത്തെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ നട്ടിരിക്കുന്നത് ക്യാബേജ് ചെടികളാണ്. ക്യാബേജ് നമ്മൾ ഒക്ടോബർ അവസാനമൊക്കെ നട്ട ക്യാബേജ് ആയിരുന്നു. അപ്പോൾ നല്ലതുപോലെ പിന്നെ നിലത്തായതുകൊണ്ട് നല്ല സാന്ദ്രമായിട്ടാണ് വളർന്നു വരുന്നത്. നല്ല ക്യാബേജും ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ നല്ല ഇലയൊക്കെ മൂടി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം കുറച്ചുകൂടെ ഒന്ന് മൂടി വരുമ്പോഴത്തേക്ക് നമുക്ക് അവരെ കെട്ടിയൊക്കെ ഒന്ന് നിർത്തി കൊടുത്താൽ ഇലകളെല്ലാം ഇങ്ങനെ പെട്ടെന്ന് വിരിഞ്ഞ് ഇങ്ങനെ വിടർന്ന് നിൽക്കത്തില്ല. അപ്പം നമുക്ക് നല്ലൊരു ഹെഡ് നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടുകയും ചെയ്യും. അടുത്തെന്ന് പറഞ്ഞാൽ കോളിഫ്ലവറാണ് നട്ടിരിക്കുന്നത്. കോളിഫ്ലവറും നല്ലതുപോലെ വരുന്നുണ്ട്. ഇതിന് കോഴിവളവും ഒക്കെ കൊടുത്തിട്ട് ഞാൻ വെട്ടിയെടുപ്പിച്ച് നിർത്തിയേക്കുന്നുണ്ട്. നമ്മുടെ ക്യാബേജും കോളിഫ്ലവറും ഒക്കെ നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. കോഴിവളം ഏറ്റവും നല്ലൊരു വളമാണ്, എല്ലാത്തിനും നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മുടെ കോളിഫ്ലവറിനും ക്യാബേജിനും ഒക്കെ ഇട്ട് കൊടുക്കാന്നുണ്ടെങ്കിൽ നല്ലതുപോലെ തഴച്ച് കയറി വരും. ഇപ്പോൾ ഇതിനകത്തും ചെറുതായിട്ട്
മുട്ടുകളൊക്കെ വന്നിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പം എന്തായാലും ഡിസംബർ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും ജനുവരിയൊക്കെ ആദ്യമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കതിനകത്തുനിന്ന് നമുക്ക് ക്യാബേജും കോളിഫ്ലവറും ഒക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കും. മണ്ണിൽ മാത്രമല്ല, ഞാൻ ഗ്രോ ബാഗിനകത്തും കുറച്ച് പിന്നെ ബ്രൊക്കോളി, അതുപോലെ കോളിഫ്ലവർ, ക്യാബേജ് ഇങ്ങനെ 3 ലൈനായിട്ട് ഇങ്ങനെ കുറേ നട്ടിട്ടുണ്ട്. അവർ നല്ല ആരോഗ്യത്തോടെ വളർന്നു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ മഞ്ഞ ഇലകൾ വരുവാന്നുണ്ടെങ്കിൽ നമ്മൾ ആ മഞ്ഞ ഇലകളെ മാറ്റണം. തണ്ടിന് നീളം കൂടുന്നതിനനുസരിച്ച് പിന്നെ മണ്ണും വളവും നമ്മളെ കയറ്റി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നല്ല ആരോഗ്യത്തോടെ വളർന്നു വരികയും നല്ല ഹെഡ് നമുക്ക് വിളവെടുക്കാനായിട്ടും സാധിക്കും. അപ്പം ഇതേപോലെ എല്ലാവരും കൃഷിയായിട്ട് ശ്രമിക്കുക. പിന്നെ ഇതിൻ്റെ ഒന്നും സമയം പോയിട്ടില്ല. ഡിസംബർ അവസാനം വരെയൊക്കെ നമുക്കിത് നടാവുന്നതാണ്. ഇതിൻ്റെ വിത്തുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minis-lifestyle.com എന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ വിത്തുകളൊക്കെ വാങ്ങിക്കാവുന്നതാണ്. നമ്മൾ എന്ത് നട്ടാലും ഉണ്ടല്ലോ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആ ചെടിയുടെ ചുവടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇച്ചിരി വളമൊക്കെ ഇട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ തഴച്ചു കയറി വരും. അപ്പം അതുപോലെ തന്നെ പുല്ലൊന്നും വളരാതെ നമ്മൾ സൂക്ഷിക്കുക. കാട് കയറാതെയൊക്കെ ഇടാമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനിടയ്ക്കൂടെയൊക്കെ നടക്കാനും പിന്നെ ആ ചെടികൾക്ക് തന്നെ നല്ലൊരു വളർച്ച ഉണ്ടാകാനും ഈ മണ്ണടിപ്പിക്കലൊക്കെ സഹായിക്കും. അപ്പോൾ ഇത് എൻ്റെ 2 ചോളമാണ്. ചോളവും നല്ല ആരോഗ്യത്തോടെ വളർന്നു വരുന്നുണ്ട്. അപ്പം ചോളം ഇത് പൂക്കാൻ തുടങ്ങി. ഇത് പൂക്കുന്നു എന്ന് കരുതിയിട്ട് ഇവിടെ അല്ല കാ പിടിക്കുന്നത്, ഇതിൻ്റെ ഇലയുടെ കീഴിൽ കൂടാണ് കാ വരുന്നത്. കേട്ടെ, അപ്പം ഇങ്ങനെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്, മിക്ക പേർക്കും അറിയാം. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഓരോ ഇലയുടെ അടിക്കൂടെ ആയിരിക്കും നമുക്ക് അതിൻ്റെ കായ്കൾ ചോളം ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ കണ്ട വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ 2 വലുതും പിന്നെ 5-6 കുഞ്ഞതും കൂടെ ഞാൻ ഇവിടെ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിളവെടുപ്പ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ നിന്ന് വിളവെടുക്കാനായിട്ട് സാധിക്കണം. ആ രീതിയിൽ വേണം നമ്മൾ എല്ലാം നടാനായിട്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ സൈറ്റിൽ കൂടെ കൊടുക്കുന്നതായ നമ്മുടെ റെയിൻബോ ചോളം ഉണ്ട്, അല്ലാതെ സ്വീറ്റ് കോൺ ഉണ്ട്. ഇതെല്ലാം മിക്സ് ചെയ്ത് ഞാൻ നട്ടിരിക്കുന്നതാണ് കേട്ടോ. ഒരു കൊച്ചു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ പച്ചക്കറികളും നമ്മുടെ ടെറസിലോ മുറ്റത്തോ ഒക്കെ നമ്മൾ നടുകയെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇപ്പം അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് പൊന്നാങ്കണ്ണി ചീര നട്ടിട്ടുണ്ട്. പൊന്നാങ്കണ്ണി ചീര നമുക്ക് തോരനും വയ്ക്കാം. അത്യാവശ്യം ഞാനിവിടെ നമ്മുടെ വെബ്സൈറ്റിൽ കൂടെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എനിക്കൊരു ചെറിയ വരുമാനവും ആവുന്നുണ്ടത്. ഇലകൾ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തിക്കൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പം അതിന് തൊട്ടപ്പുറത്തായിട്ട് അകത്തിച്ചീര നട്ടിട്ടുണ്ട്. അകത്തിച്ചീരയും നന്നായിട്ട് വരുന്നുണ്ട്. അകത്തിച്ചീരയും നമ്മൾ ഡെയിലി ശ്രദ്ധിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇലകൾ തിന്നുന്ന ഒരു പുഴുവുണ്ട്. ഈ ഇലയുടെ കൂട്ടന്നെ ഈ ഞരമ്പ് മാതിരി തന്നെ ഇരിക്കും കേട്ടോ പുഴുക്കൾ. അപ്പം ഡെയിലി നമ്മൾ ശ്രദ്ധിക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ അകത്തിച്ചെടിയെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ടും അതിൽ നിന്ന് പൂക്കളൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ടും നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ പൂക്കളും ഇലയും എല്ലാം നമുക്ക് ഭക്ഷ്യയോഗ്യമാണ്. വായ്പുണ്ണിനും ഒക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ. വയറ്റിൻ്റെ അസുഖങ്ങൾക്കും എല്ലാം ഈ അകത്തിപ്പൂവും അകത്തിയുടെ ഇലയൊക്കെ നല്ലതാണ്. അപ്പം കൃഷിഭവനിൽ നിന്നൊക്കെ എല്ലാവർക്കും ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തൈയാണിത്. അപ്പോൾ അല്ലാതെ നമ്മുടെ സൈറ്റിൽ കൂടെ ഇതിൻ്റെ വിത്തുകൾ കൊടുക്കുന്നുണ്ട്. അപ്പം ആവശ്യമുള്ളവർക്കൊക്കെ അത് വാങ്ങിച്ച് നടാവുന്നതാണ്. തൈകൾ കിട്ടുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ വാങ്ങിച്ച് നടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ ഇതിൻ്റെ ബോർഡറിലെല്ലാം നമ്മൾ ഈ ബോൾസം ചെടിയാണ് നട്ടിരിക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് വഴുതന നട്ടിട്ടുണ്ട്. വഴുതനയ്ക്കകത്തും താണ്ട് നിറയെ പൂക്കളൊക്കെ, ഇത് കുറച്ചുകൂടെ വലിയ വഴുതനയാണ് കേട്ടോ. പൂക്കളൊക്കെ വരാനായിട്ട് തുടങ്ങിയതും കായ്കൾ പിടിക്കാൻ തുടങ്ങിയതാണ്. ഇതിനകത്ത് കണ്ട കായ്കളൊക്കെ ആയിട്ടുണ്ട് കണ്ടോ. കായ്കൾ വരാൻ തുടങ്ങിയ കുറച്ച് വഴുതന ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അതിനും ഞാൻ ഇന്നലെ വന്നിട്ട് മണ്ണൊക്കെ അടുപ്പിച്ചു കൊടുത്തപ്പം കുറച്ച് ചാണകപ്പൊടിയും സുഡോമോണോസ് 1 സ്പൂൺ വീതം ഇട്ടിട്ട് അതിൻ്റെ ചുവടൊക്കെ വെട്ടി അടുപ്പിച്ച് നിർത്തിയിരിക്കുന്നതാണ്. ഇനി ഒരു 10 ദിവസം കഴിയുമ്പം വീണ്ടും നമ്മൾ ചാണകവും ഇച്ചിരി വിവേറിയും കൂടെ ഇട്ട് കൊടുക്കാമെന്നുണ്ടെങ്കിലും അതിൻ്റെ ചുവടൊക്കെ പുല്ലൊന്നും കയറാതെ നമ്മുടെ ചെടികളും നല്ല ആരോഗ്യത്തോടെയൊക്കെ നിന്നോളും. ഇപ്പം ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു കപ്പയും നട്ടിട്ടുണ്ട്. കപ്പയൊക്കെ ഇന്നാളും കൂടെ നട്ടതേ ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് തന്നെ അങ്ങ് വളർന്നിട്ട്, കാരണം നമ്മുടെ ഈ പറമ്പിലെ വളവും ഈ ചെടികളുടെയൊക്കെ വളവും കൂടെ അവർ വലിച്ചെടുക്കുന്നുണ്ട്. രാവിലെ വന്നപ്പം 2 പഴുത്ത കപ്പയ്ക്കയും കിട്ടി. അതും പറിച്ചുകൂടെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഡെയിലി ഇങ്ങനെ നമ്മുടെ പറമ്പിലോട്ട് വരുമ്പം നമുക്ക് കഴിക്കാനുള്ളതൊക്കെ കിട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു സന്തോഷമുള്ളൊരു കാര്യമല്ലേ. അപ്പം ഇതിനിടയ്ക്കൂടെ നമുക്ക് ഫ്രൂട്ട്സ് മരങ്ങളൊക്കെ നടാമെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സൊക്കെ എടുത്ത് നമുക്ക് പറമ്പിലോട്ടൊക്കെ വരുമ്പം കഴിക്കാനായിട്ടൊക്കെ സാധിക്കും. പിന്നെ കുറച്ച് നമ്മുടെ ആഫ്രിക്കൻ മല്ലി ഞാൻ ഇവിടെ നട്ടിട്ടുണ്ട്. മുറ്റത്ത് നിന്നത് തൈകൾ പറിച്ച് ഇവിടെ കൊണ്ടുവന്ന് നട്ടിരിക്കുക. കുഞ്ഞ് ഇതേപോലെ വരുന്ന തണ്ടിൽ നിന്ന് ഞാൻ തൈകളെ ഇങ്ങനെ മാറ്റി നട്ടിരിക്കുക കേട്ടോ. അത് വെയിലുകൊണ്ട് വാടി നിൽക്കുകയാണ്. 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഉഷാറായിക്കോളും. അപ്പം ഈ കപ്പയ്ക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ കറിവേപ്പിൻ്റെ ഒക്കെ മാതിരി തന്നെയാണ്. നമ്മുടെ വീട്ടിൽ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് കപ്പയ്ക്ക അല്ലെങ്കിൽ പപ്പീത എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നടുക. നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഗുണം ചെയ്യുന്ന ഒന്നാണ് കപ്പയ്ക്ക.
അപ്പോൾ അതിൻ്റെ കറ മുതൽ അതിൻ്റെ ഇല വരെയും എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട്. എല്ലാവരും കപ്പ ഒരു കപ്പയെങ്കിലും നടാനായിട്ട് ശ്രമിക്കുക. പിന്നെ കൂടാതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പല ടൈപ്പിലുള്ളതായ കപ്പയൊക്കെയാണ് നമ്മുടെ ഇവിടെ ഉണ്ട് കേട്ടോ. ഉണ്ട ടൈപ്പുണ്ട്, നീണ്ട ടൈപ്പുണ്ട്. ഇപ്പം ഞാനിത് കുത്തിയിട്ടപ്പോൾ അതിനകത്ത് മണ്ണൊക്കെ പറ്റിയിരിക്കുന്നതാണ് കേട്ടോ. അപ്പം അതെല്ലാം നമുക്ക് വലയൊക്കെ ഇട്ട് പിടിക്കാമെന്നുണ്ടെങ്കിൽ അങ്ങനെ പിടിക്കാം. അപ്പം കിളച്ച് ഇവിടെ ഇട്ടേക്കുന്നത് കൊണ്ട് നമ്മൾ കുത്തി ഇടുമ്പോഴത്തേക്ക് അതിനകത്തൊക്കെ മണ്ണൊക്കെ പറ്റും. അതൊക്കെ കഴുകിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പം വീണ്ടും അതേപോലെ തന്നെ നമ്മുടെ കറിവേപ്പിനെ കുറിച്ചാണ് ഇനിയും പറയാനുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ള ഒരു കറിവേപ്പാണിത്. അപ്പോൾ അതിൻ്റെ മണ്ടയൊക്കെ ഒടിച്ചു വിടാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ തളിർപ്പുകൾ വന്നോളും. അപ്പം ഇതിനകത്ത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മണ്ടയൊക്കെ ഒടിച്ചു വിട്ടതാണ്. അപ്പം അതിനകത്താണ്ട് ചെറിയ മുട്ടുകളാണ്ട് വീണ്ടും വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടു നോക്കണം. അതിനകത്ത് എന്തൊക്കെയാണ് വളം കൊടുത്തതെന്നും ഒരു ലൈനിയൊക്കെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊക്കെ ഒന്ന് കാണുക, എന്നിട്ട് അതേപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നല്ല പച്ചപ്പോടെയാണ് നമ്മുടെ കറിവേപ്പ് നിൽക്കുന്നത്. ഇതേപോലെ പച്ചപ്പായിട്ട് നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലുമൊക്കെ ചൊറിയും കുത്തുമൊക്കെ ആയിട്ടായിരിക്കും നിൽക്കുന്നത്. അപ്പം ഈ രീതിയിലൊക്കെ ഒന്ന് നട്ട് വളർത്താനായിട്ട് ശ്രമിക്കാം. അതിന് തൊട്ട് താഴെയായിട്ട് ഞാൻ കുറച്ച് പച്ചമുളക് നട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ ആദ്യം നട്ട പച്ചമുളകൊക്കെ നമുക്ക് വിളവെടുപ്പൊക്കെ കഴിഞ്ഞിങ്ങനെ വയസ്സെന്ന ഒരു പരുവമാകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് വേണം, അടുത്തത് നടാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇതിനകത്ത് ദാണ്ട് എനിക്ക് പച്ചമുളക് ഉണ്ടോ പിടിക്കാനായിട്ട് തുടങ്ങി കണ്ടോ. അതിനകത്ത് ഒരു കുരുടിപ്പോ ഒന്നുമില്ല. അധികം വെയിൽ കിട്ടാത്ത ഇടത്താണ് നിൽക്കുന്നത്. എന്നാൽ അത്യാവശ്യം വെയിലും അവർക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു 5-6 മൂട് നട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഓരോന്നും പല വളർച്ചയിലാണ് നട്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒന്നും നമുക്ക് വിളവെടുക്കാനായെങ്കിൽ പിന്നെ അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഓരോ മാസത്തിലും നടുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ എല്ലാ പ്രാവശ്യവും നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പം നമ്മുടെ കോളിഫ്ലവറൊക്കെ കുഞ്ഞായിട്ട് നിൽക്കുന്നതും ഉണ്ട് കേട്ടോ. അപ്പം കാ പിടിക്കാറായതുകൊണ്ട് കുഞ്ഞായിട്ട് നിൽക്കുന്നതുകൊണ്ട് അപ്പം നമുക്ക് ഒറ്റ വെടിയിൽ അങ്ങ് വിളവെടുക്കാതെ നമുക്ക് ഓരോ മാസവും നമുക്ക് വിളവെടുക്കത്തക്ക രീതിയിലാണ് ഓരോന്നും നട്ടിരിക്കുന്നത്. അപ്പം നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കണം. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സൈറ്റിൽ കൂടെ കൊടുക്കുന്നതായ വിത്തുകളാണ് കേട്ടോ. വിത്തുകൾ വരുമ്പോൾ ഞാൻ എല്ലാത്തിൻ്റെ ഓരോ സ്വല്പം എടുത്തിട്ട് അങ്ങനെ പാകി നോക്കും. അതെല്ലാം നന്നായിട്ട് കിളിച്ച് വന്നിട്ടുണ്ട്. ഇനി കുറച്ചെണ്ണത്തിനെയൊക്കെ നമുക്കിനി സ്ഥലമുള്ളിടത്തോട്ടൊക്കെ മാറ്റി നടണം. ചെടികളുടെയൊക്കെ വിത്തുകളുണ്ട്, പയറുണ്ട്, പീച്ചിലുണ്ട്, എല്ലാം ഇതിനകത്തുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് തക്കാളിയുടെ തൈയും അതേപോലെ തന്നെ വെണ്ടയുടെ തൈയും ഒക്കെ നട്ടിട്ടുണ്ട്. അപ്പം വെണ്ടയ്ക്ക കാ പിടിക്കുന്നതുകൊണ്ട് നട്ടേക്കുന്നതുണ്ട്, ഇനി നടാനിരിക്കുന്നതുണ്ട്. അങ്ങനെ പല രൂപത്തിൽ നമ്മൾ നടാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇവിടെ 3-4 ഞാൻ ചൈനീസ് ക്യാബേജ് നട്ടിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാണ് ഞാൻ ചൈനീസ് ക്യാബേജ് നടുന്നത്. ഇവിടെ വരുന്ന വിത്തിൻ്റെ ഒരു സ്വല്പം എടുത്തിട്ടപ്പോഴേ അത് കിളിച്ചു വന്നു. അപ്പോൾ എന്തായാലും ഇവിടെ കൊണ്ട് നട്ടേക്കാമെന്ന് കരുതിയിട്ട് നട്ടിരിക്കുകയാണ്. അതും ഇങ്ങനെ ഇലയൊക്കെ മൂടി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതും ഒരു ക്യാബേജിൻ്റെ കൂട്ട് തന്നെയാണ് കേട്ടോ. ഇച്ചിരി കൂടെ നീളം കാണും ഈ ക്യാബേജിന്. അപ്പോൾ അതിൻ്റെ കിളുന്ന ഇലകളും നമുക്ക് തോരൻ വയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ തൊട്ടപ്പുറത്തായിട്ട് പുതുതായിട്ട് ഇങ്ങനെ എൻ്റെ മുളക് തൈകൾ ഇങ്ങനെ ഓരോ പ്രാവശ്യവും ഇങ്ങനെ പാകി വെക്കുന്നത് കൊണ്ട് നട്ടിരിക്കുക. ഇപ്പം ഞാൻ കൊണ്ട് നട്ടതേ ഉള്ളൂ. നട്ടപ്പം കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് ഞാൻ നട്ടത്. അപ്പം ചാണകപ്പൊടിയൊക്കെ അതിൻ്റെ ചുവട്ടിലോട്ട് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നട്ട് ഇവിടെ ഇട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെയൊക്കെ 2 ലൈനായിട്ട് സാമ്പാർ അമരയാണ് നട്ടിരിക്കുന്നത്. കാണിക്കാൻ വേണ്ടിയൊന്നും ആയിട്ടില്ല, നട്ടതേ ഉള്ളൂ. അതിനെ ഇനി ഇടയ്ക്കിടയ്ക്ക് നിന്നിട്ട് നമ്മൾ വളവും വെള്ളവും നമ്മുടെ വെട്ടിയെടുപ്പിക്കലും ഒക്കെ ആകുമ്പോഴത്തേക്ക് അവർ പച്ച പിടിച്ചോളും. അങ്ങോട്ട് നട്ടിട്ട് 2 ദിവസം ആയതേ ഉള്ളൂ കേട്ടോ. നട്ടൻ്റെ അന്ന് തന്നെ നല്ല വെയിലുമായിരുന്നു. വെള്ളമൊക്കെ കൊടുത്തതിൻ്റെ പേര് മാത്രം അത് ജീവനിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിനെ നമുക്കിനി നന്നാക്കി എടുക്കണം. പിന്നെ ഇവിടെയും കുറച്ച് മുളകൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. മുളകിനകത്ത് അവിടെ ഒരു കുരുടിപ്പ് ഒന്നുമില്ലാതെ നന്നായിട്ട് വരുന്നുണ്ട്. പച്ചക്കറി മുളകാണിത്. അപ്പോൾ അതിനകത്ത് പൂക്കളൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ എല്ലാം ഇങ്ങനെ നട്ടിട്ടുണ്ട്. അപ്പം ഇവിടെയും കുറച്ച് വഴുതനയാണ് നട്ടിരിക്കുന്നത്. പല ടൈപ്പിലുള്ളതായ വഴുതനകൾ ഇങ്ങനെ ലൈനായിട്ട് നട്ടിട്ടുണ്ട്. പിന്നെ ഇച്ചിരി അങ്ങോട്ട് നോക്കുകയെന്നുണ്ടെങ്കിൽ പന്തലാണ് ഇവിടെ. ഇതിനിടയ്ക്ക് പന്തൽ നമ്മളാക്കിയിട്ടില്ല. കുറച്ച് അപ്പുറത്തോട്ട് മാറി പന്തലിട്ടിട്ട് അതിനകത്ത് കോവയ്ക്ക, പാവയ്ക്ക, പയർ ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്നും കൂടെ വളർന്നു വരത്തക്ക രീതിയിൽ ഇങ്ങനെ ആക്കിയിട്ടിരിക്കുകയാണ്. പീച്ചിലും ഉണ്ട് കേട്ടോ. പീച്ചിലും നമ്മുടെ ഒരു പഴയ പീച്ചിലും നിന്നതിനകത്ത് കായൊക്കെ പിടിച്ച് വരുന്നുണ്ട്. വീണ്ടും അതിൻ്റെ ചുവട് വെട്ടിക്കളയാതെ നിർത്തിയിരുന്നത് കൊണ്ട് വീണ്ടും കായൊക്കെ പിടിച്ചു വരുന്നുണ്ട്. ഒരു ചെറിയൊരു അടുക്കളത്തോട്ടം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരുപാട് സ്ഥലത്ത് കിടന്ന് ചെയ്യുന്നതിനേക്കാൾ നല്ലത് കുറച്ച് സ്ഥലം എടുത്തിട്ട് എല്ലാം നമുക്ക് ആവശ്യമുള്ളത് ഒരു കൊച്ചു കാളത്തിനകത്ത് നമ്മൾ നടുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതായ ഒരു 10 ഇനം പച്ചക്കറികളെങ്കിലും നമുക്ക് അവിടെ നടാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഇതേപോലെ കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഇതേപോലെ കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ വിത്തുകളൊക്കെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minis-lifestyle.com ഒന്ന് വിസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ എല്ലാ പച്ചക്കറി വിത്തുകളും വാങ്ങിക്കാവുന്നതാണ്. അതുകൂടാതെ പൊന്നാങ്കണ്ണി ചീരയുണ്ട്, നമ്മുടെ കസ്തൂരി മഞ്ഞൾ, കൂവ, മാങ്ങ ഇഞ്ചി ഇങ്ങനെയുള്ളതായ ഐറ്റങ്ങളും നമ്മളിപ്പം നമ്മുടെ വെബ്സൈറ്റിൽ കൂടെ കൊടുക്കുന്നുണ്ട്.
അന്നന്ന് വരുന്നതായ ഓർഡറുകളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ അപ്പം തന്നെ ഇവിടുന്ന് പാക്ക് ചെയ്ത് നമ്മൾ വിടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടംപോലെ സാധനങ്ങളാണ് ഡെയിലി ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നിങ്ങളുടെ വീട്ടിൽ എത്തുകയും ചെയ്യും. അപ്പം നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്കൊന്ന് നോക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതൊക്കെ വാങ്ങിക്കാം. പിന്നെ കൂടാതെ തന്നെ വെബ്സൈറ്റിൽ നമുക്ക് കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മെസ്സേജ് വിടുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് വിളിക്കുകയോ ചെയ്താൽ നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഓരോ സാധനങ്ങളും വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചെറിയ പച്ചക്കറി തോട്ടം നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. കൂടാതെ തന്നെ നിങ്ങൾ എല്ലാവരും കൃഷിയിലോട്ട് വരണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെയാണ് എൻ്റെ ഒരു പ്രചോദനം എന്ന് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും സഹകരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.